നമുക്ക് പറ്റിയ ഇര വന്ന് ഹർത്താൽ ആരംഭിക്കല്ലേ? കടകൾ അടപ്പിക്കുക, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് വട്ടം ചുറ്റിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത കുളിർമ തന്നെ അല്ലേ? ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ചാലേ നിങ്ങൾ ന്യായമൊന്നും പറയില്ല. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എന്താ തോന്നിയാസമാണ്? ഞങ്ങളെ ചൊറിഞ്ഞ ഞങ്ങളും ചൊറിയും. 4-5 പേർ ചേർന്ന് എന്ത് തോന്നിയാസം കാണിക്കാൻ? പിന്നെ ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന സംപ്രേഷണം പന്നി. അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. സാർ രാവിലെ കോട്ടിട്ടോന്ന് ക്ലാസ് നിൽക്കല്ലേ? ഈ പറയുന്ന 5-10 പേരാണ് ഇത്. ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്ന് ഒരു പുല്ലും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഈ യാത്രക്കെല്ലാം കൂടെ നീ ഒന്നും ഒരു പുല്ലും ചെയ്യില്ല. അത് കിടക്ക് കാലക്ക് ഇത്രയും നേരം 2 മണിക്കൂറായി. ഇത്രയും നേരം നിന്റെ ക്ഷമിച്ച് തോന്നിയാസം. അത് തന്നെ തോന്നിയാസം. അല്ല പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ 1.5 മണിക്കൂറായി വണ്ടി ഇവിടെ ആയിട്ട്. 1.5 മണിക്കൂറായി വണ്ടി ഇവിടെ കിടന്നിട്ട്. അതെ, ഇവർക്ക് പ്രക്ഷോഭം കിട്ടണമെങ്കിൽ ആ ഡോക്ടറുടെ വീട്ടിൽ പോട്ടെ, ഡോക്ടറുടെ വീട്ടിൽ പോകട്ടെ. ഇവിടെ ജനങ്ങളോടാണ് ഒരു പ്രക്ഷോഭം നടത്തുന്നത്. ഒരൊറ്റ നാട്ടുകാരെ, നല്ലവരായ ഒരു ജനങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് അനുവദിക്കാൻ പാടില്ല. രാവിലെ മുതൽ വന്നിട്ട് ഒന്നീ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ അറിഞ്ഞു പ്രവർത്തിക്കണം. നമ്മളെപ്പോലെ പാവപ്പെട്ട നോട്ടില്ല ജയിച്ചത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും മക്കളും ചിലപ്പോൾ ആശ്രയം ഉണ്ടാവും. ഞാൻ ആശ്രയം ജോലിക്ക് പോകണം. ആശ്രയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്ത് തരും? എന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? ഇവര് കുറച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി ആട്ടിക്കൊണ്ട് നടക്കും. എന്റെ പ്രേതം വെച്ചിട്ട് ആട്ടിക്കൊണ്ട് നടക്കും എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവർ കൊടുക്കുന്നത് ഓലക്കാരൻ എന്തിനാ എത്ര കാലത്ത് കൊടുക്കും? ഞാൻ നല്ല ഓർത്തക്കാരനാണ്. 10-15 കട്ടത്തിന് ഒന്നുപോലെ കൈങ്ങടാ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോരെ കലക്കി. രണ്ടാമത് മുട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്? നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഡിപ്രസ്ഡ് ആയ അവസ്ഥയല്ലോ. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച എന്താണ് അങ്ങനെയാണ്? രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാരെന്ന് പുള്ളിക്ക് എങ്ങനെ വരാനായിട്ടോ? മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ നിങ്ങൾ? ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നീ നാട് കുട്ടിച്ചോറാക്കി അടങ്ങും. നീ മനുഷ്യനാണോടാ? നടന്ന മുഴുവൻ ഹർത്താലിൽ സഹകരിച്ചിട്ടുള്ളവരാ നിങ്ങൾക്ക് സഹകരിക്കാൻ കാരണത്ത് 4 പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. തൊടുപുഴയിൽ വാഹനങ്ങൾ തടഞ്ഞ ശേഷം ബൈക്കിൽ മടങ്ങുകയായിരുന്ന സമരാനുകൂലിയെ യാത്രക്കാരൻ തടഞ്ഞു. ഒരു വണ്ടി